വാർത്തയിലേക്ക് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ CPM ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടിക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പരിശോധിക്കും. വിജയം ഉറപ്പില്ലാത്ത ഇടങ്ങളിൽ മാത്രം 2 ടേം നിബന്ധനയിൽ ഇളവ് നൽകാനായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. എന്നാൽ ചില ഉറച്ച സീറ്റുകളിലും ടേം നിബന്ധന ഒഴിവാക്കണമെന്ന് ജില്ലകളിൽ നിന്ന് ആവശ്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൊതുമാനദണ്ഡങ്ങൾ തീരുമാനിക്കാൻ CPI സംസ്ഥാന നേതൃയോഗങ്ങളും ഇന്ന് ചേരും. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ചേരുക. സ്ഥാനാർത്ഥി നിർണയത്തിൽ 2 ടേം നിബന്ധന കർശനമാക്കാനാണ് തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടറിയിലെ ധാരണ. അരുൺ ചേരും വിശദാംശങ്ങളുമായി. അരുൺ, ഈ 2 ടേം നിബന്ധന അതിന് കർശനമായിട്ടുള്ള നടപടികൾ അതെങ്ങനെയായിരിക്കും പോവുക? ഹരി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തും. മറ്റ് നേതാക്കളൊക്കെ എത്തി തുടങ്ങിയിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ ജില്ലാ ഘടകങ്ങൾ ചർച്ച ചെയ്ത സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ കഴിഞ്ഞ ആഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പട്ടിക തയ്യാറാക്കിയത്. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇവിടെ എത്തുന്നത്. ഈ G സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറായിട്ടില്ല, വലിയ അതൃപ്തിയിൽ അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് കിട്ടിയത്? നിങ്ങൾ പറഞ്ഞപ്പോൾ കേട്ട കാര്യം എനിക്കറിയുള്ളൂ. CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ്. നമ്മൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം വന്നപ്പോഴുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് MA ബേബിയുടെ പ്രതികരണം. നമുക്കറിയാം, MA ബേബിയോടാണ് G സുധാകരൻ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചത്. ഏതായാലും പാർട്ടി ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് യോഗമാണ് ആരംഭിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട സെക്രട്ടറി. ഇപ്പോൾ TM തോമസ് ഐസക്കും ഇവിടേക്ക് വരികയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കും സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ വരികയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നു. CPM ഈ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ കമ്മിറ്റി സെക്രട്ടറികൾ ചർച്ച ചെയ്ത മാറ്റങ്ങൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടികയാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. ഇപ്പോൾ തോമസ് ഐസക്ക് സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. ഐസക് സാർ, ഒരു 1 മിനിറ്റ്. G സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറയുന്നു, എന്തെങ്കിലും അറിവുണ്ടോ? അദ്ദേഹവും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. MA ബേബി പറയുന്നത് വാർത്തകളിൽ പറഞ്ഞുള്ള അറിവ് മാത്രമേ തനിക്ക് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ G സുധാകരന്റെ ഈ ഒരു പിണക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. മന്ത്രി മുഹമ്മദ് റിയാസും കൂടിയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത്ര നിസ്സാര വിഷയമായി CPM-ന് കാണാൻ എന്തായാലും മുതിർന്ന നേതാക്കൾ ആരും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. അരുൺ, തിരക്കിയെങ്കിൽ പോലും പ്രധാന നേതാക്കളൊന്നും സംസാരിക്കുന്നില്ല. KK ശൈലജ, പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് G സുധാകരൻ്റെ ഈ ഒരു പിണക്കം എന്ന് പറയുന്നത്. 63 വർഷമായി CPM-ൽ പ്രവർത്തിക്കുന്ന അംഗം എന്തുകൊണ്ട് സ്ക്രൂട്ടണി ഫോം പൂരിപ്പിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നു. പുതുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയായിട്ട് നിൽക്കുന്നതാണ്. എന്താണ് G സുധാകരൻ്റെ ഈ ഒരു പിണക്കത്തിന് കാര്യം? MV ഗോവിന്ദൻ്റെ പ്രസ്താവനയാണോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.